എസിലെ ഇമിഗ്രേഷൻ നയങ്ങളിൽ അതീവ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ പാർപ്പിക്കാൻ വേണ്ടി വൻ തുക മുടക്കി വാങ്ങിയ വെയർഹൌസുകൾ ഒന്നൊന്നായി ഒഴിവാക്കാൻ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ICE തീരുമാനിച്ചിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഇതിനായി വാങ്ങിയ 11 വെയർഹൌസുകളിൽ 7 എണ്ണവും വിൽക്കാനോ മറ്റാർക്കെങ്കിലും കൈമാറാനോ ആണ് നിലവിലെ നീക്കം. ട്രംപ് ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും വിവാദപരവുമായ ഒരു ഇമിഗ്രേഷൻ പദ്ധതിയാണ് ഇവിടെ പാതി വഴിയിൽ തകിടം മറിയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വൻകിട പദ്ധതികളിൽ നിന്ന് അവർക്ക് പിന്മാറേണ്ടി വന്നത്? ഇത് കുടിയേറ്റക്കാർക്ക് ആശ്വാസം നൽകുന്നതാണോ എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. എന്താണ് ഈ വെയർഹൌസ് പദ്ധതി എന്നും ഇതിനായി എത്ര തുകയാണ് ചെലവഴിച്ചതെന്നും ആദ്യമേ ഒന്ന് നോക്കാം. അമേരിക്കയിലേക്ക് അനധികൃതമായി എത്തുന്ന കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ പാർപ്പിക്കുന്നതിനും അവരെ വേഗത്തിൽ നാടുകടത്തുന്നതിനുമായി ഒരു വൻകിട പദ്ധതിയാണ് US അധികൃതർ ആസൂത്രണം ചെയ്തിരുന്നത്. ഇതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 11 വലിയ വ്യവസായ വെയർഹൌസുകൾ അവർ സ്വന്തമാക്കി. ഏകദേശം $700 മില്യൺ ഈ വെയർഹൌസുകൾ വാങ്ങാൻ വേണ്ടി മാത്രം ICE ചെലവഴിച്ചത്. പാക്കേജുകളും സംവിധാനങ്ങളും സൂക്ഷിക്കാൻ നിർമ്മിച്ച ഈ കെട്ടിടങ്ങളെ ആയിരക്കണക്കിന് മനുഷ്യരെ പാർപ്പിക്കാൻ തക്കവണ്ണം മാറ്റിയെടുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഈ പദ്ധതിയിൽ നിന്ന് ഇപ്പോൾ പെട്ടെന്ന് പിന്മാറാൻ എന്താണ് കാരണം? ഇതിനു പിന്നിൽ ശക്തമായ നിയമ പോരാട്ടങ്ങളും പ്രാദേശികമായ വലിയ പ്രതിഷേധങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് മിഷിഗണിലെ റൊമാലസിലുള്ള വൻകിട വെയർഹൌസ് പദ്ധതിക്കെതിരെ മിഷിഗൺ അറ്റോർണി ജനറൽ ഡാന നെസൽ രംഗത്ത് വരികയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്കെതിരെയും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിനെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശം, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, സ്കൂളുകളോടും ജനവാസ മേഖലയോടുമുള്ള അടുപ്പം എന്നിവ ചൂണ്ടിക്കാണിച്ചാണ് പ്രാദേശിക ഭരണകൂടങ്ങൾ ഇതിനെതിരെ കോടതിയെ സമീപിച്ചത്. ഇത്തരം കടുത്ത നിയമ പ്രതിസന്ധികളും ജനങ്ങളുടെ പ്രതിഷേധവുമാണ് പദ്ധതിയിൽ നിന്നും പിന്മാറാൻ അധികൃതരെ പ്രേരിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. വെയർഹൌസുകളിൽ മനുഷ്യരെ പാർപ്പിക്കുന്നതിനെതിരെ ഉയർന്ന പ്രധാന വിമർശനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. വലിയ വിമർശനങ്ങളാണ് മനുഷ്യാവകാശ പ്രവർത്തകരും നിയമനിർമ്മാതാക്കളും ഉന്നയിച്ചത്. സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഇത്തരം ഗോഡൌണുകളിൽ മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ വായു സഞ്ചാരം, താപനില നിയന്ത്രണം, മതിയായ പ്ലംബിംഗ് അല്ലെങ്കിൽ ശുചിത്വ സംവിധാനങ്ങൾ എന്നിവ ഉണ്ടാകില്ല. മനുഷ്യരെ ഇത്തരം വെയർഹൌസുകളിലേക്ക് തള്ളിവിടുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്കും പീഡനങ്ങളിലേക്കും നയിക്കുമെന്ന് സെനറ്റർ എലിസബത്ത് വാറൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കൂടാതെ നിലവിലുള്ള മറ്റ് തടങ്കൽ കേന്ദ്രങ്ങളിലെ പോലെ ഗുരുതരമായ ആരോഗ്യ ചികിത്സാ വീഴ്ചകൾ കാരണം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ പുതിയ വെയർഹൌസ് സംവിധാനം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്ന ഭയവും ആളുകൾക്കുണ്ടായിരുന്നു. പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വ്യക്തമാക്കിയ പുതിയ നിലപാട് എന്താണ്? നമുക്ക് നോക്കാം. പുതിയ വെയർഹൌസുകൾ നിർമ്മിച്ച് വലിയ വിവാദങ്ങളിലേക്ക് പോകുന്നതിന് പകരം നിലവിലുള്ള തടങ്കൽ കേന്ദ്രങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് ഇപ്പോൾ ഞങ്ങൾ മുൻഗണന നൽകുന്നത് എന്നാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി വക്താവ് വ്യക്തമാക്കിയിട്ടുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിലെയും കൗണ്ടികളിലെയും പ്രാദേശിക പങ്കാളികളുമായി സഹകരിച്ച് ഈ സംവിധാനങ്ങൾ വേഗത്തിൽ ഉപയോഗിക്കാനാണ് ലക്ഷ്യം. കുറ്റവാളികളായ അനധികൃത കുടിയേറ്റക്കാരെ രാജ്യത്തു നിന്നും പുറത്താക്കുന്നതിൽ മാത്രമാണ് തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അതിനായി ഏറ്റവും അനുയോജ്യമായ മാർഗങ്ങൾ എപ്പോഴും വിലയിരുത്തുമെന്നും അവർ അറിയിച്ചിരിക്കുന്നു. ഈ പിന്മാറ്റത്തെ പ്രാദേശിക നേതാക്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നോക്കാം. ഇതൊരു വലിയ വിജയമായാണ് പ്രാദേശിക ഭരണകൂടങ്ങളും ജനങ്ങളും കാണുന്നത്. മിഷിഗൺ ഗവർണർ ഗ്രച്ചൻ വിറ്റമറും മറ്റു പ്രാദേശിക നേതാക്കളും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. തങ്ങളുടെ നാട്ടിൽ എന്ത് വരണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ടെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. വൻതുക മുടക്കിയ ഒരു കേന്ദ്ര പദ്ധതിയെ ജനകീയ പ്രതിരോധത്തിലൂടെയും കൃത്യമായ നിയമ പോരാട്ടത്തിലൂടെയും തിരുത്താൻ കഴിഞ്ഞു എന്നത് കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടുന്നവർക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. $700 മില്യണിലധികം ചെലവഴിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ച വലിയൊരു ഇമിഗ്രേഷൻ പദ്ധതിക്കാണ് ഇപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുന്നത്. കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ വെയർഹൌസുകളിൽ അടച്ചിടാനുള്ള നീക്കത്തിൽ നിന്ന് ഈ പിന്മാറ്റം വലിയൊരു രാഷ്ട്രീയ നിയമ വിജയമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ US ഇമിഗ്രേഷൻ നയങ്ങളിൽ ഇത് എന്ത് മാറ്റമുണ്ടാക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.